വീണ്ടും ഇഡിക്ക് മുന്നിൽ ഹാജരാകാതെ മുങ്ങിയിരിക്കുകയാണ് അരവിന്ദ് കെജ്രിവാൾ. ഡൽഹി ജലബോർഡിൽ നടത്തിയ അഴിമതി കേസുമായി ബന്ധപ്പെട്ട കള്ളപ്പണ കേസിലുമാണ് ഇഡിക്ക് മുന്നിൽ കെജ്രിവാൾ ഹാജരാകാതെ മുങ്ങിയത്. കേസിൽ ഇഡി ആസ്ഥാനത്ത് ഇന്ന് ഹാജരാകാനാണ് ഇഡി നൽകിയിരുന്ന നിർദ്ദേശം. ആം ആദ്മിയാണ് ഹാജരാവാൻ ആവില്ലെന്ന് ഇഡിക്ക് മുന്നിൽ അറിയിച്ചിരിക്കുന്നത്. മുഖ്യമന്ത്രിക്ക് ഇഡി നോട്ടീസ് നൽകിയതിന് പിന്നാലെ രാഷ്ട്രീയ ലക്ഷ്യമുണ്ടെന്നാണ് അവരുടെ വാദം. ശനിയാഴ്ചയായിരുന്നു ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ആവശ്യപ്പെട്ട് കെജ്രിവാളിന് ഇഡി നോട്ടീസ് നൽകിയത്. കള്ളപ്പണ നിരോധന നിയമപ്രകാരം ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ആവശ്യപ്പെട്ടാണ് ആദ്യ സമൻസ് അയച്ചത്. ഡൽഹി ജയിൽ ബോർഡിൽ അഴിമതി കേസിലാണ് രണ്ടാമത്തെ സമൻസ്. ഈ രണ്ട് കേസിലും ചോദ്യം ചെയ്യലിന് മാർച്ച് 18, 21 തീയതികളിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകാനായിരുന്നു ഇഡി ആവശ്യപ്പെട്ടത്. മദ്യനയ കേസിൽ കെജ്രിവാളിന് ഇത് 9ാം തവണയാണ് ചോദ്യം ചെയ്യലിന് ഹാജരാവാൻ ഇഡി ആവശ്യപ്പെട്ട് നോട്ടീസ് നൽകുന്നത്. എന്നാൽ ഇതുവരെയും ഹാജരായിട്ടില്ല. സമൻസിൽ ഹാജരാകുന്നതിനെ തുടർന്ന് അറസ്റ്റ് ഒഴിവാക്കുന്നതിന് ജാമ്യം തേടി കോടതിയെ സമീപിക്കുകയും അത് കോടതി അനുവദിക്കുകയും ചെയ്തിരുന്നു. സമൻസ് സ്റ്റേ ചെയ്യണമെന്ന ഹർജി കോടതി തള്ളിയതോടെയാണ് കെജ്രിവാൾ ജാമ്യാപേക്ഷ നൽകിയത്. അതേസമയം ഡൽഹി ജയിൽ ബോർഡുമായി ബന്ധപ്പെട്ട കേസ് വ്യാജമാണെന്നാണ് ആം ആദ്മി പാർട്ടി നേതാവും ഡൽഹി മന്ത്രിയുമായ അതീഷയുടെ വാദം. DJB കേസ് സംബന്ധിച്ച് ആർക്കും അറിവില്ല. കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനിറങ്ങുന്നത് തടയുന്നതിന് വേണ്ടി കെട്ടിച്ചമച്ച കേസാണിത്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം പുറത്തുവന്ന മണിക്കൂറുകൾക്കുള്ളിൽ നോട്ടീസ് നൽകിയെന്നും അതീഷയുടെ ആരോപണത്തിൽ പറയുന്നു. ഇത് കെട്ടിച്ചമച്ചതാണെങ്കിൽ എന്തിനാണ് മിസ്റ്റർ കെജ്രിവാൾ നിങ്ങൾ ഇഡിക്ക് മുന്നിൽ ഹാജരാവാൻ ഭയപ്പെടുന്നത്? ഡൽഹി മദ്യനയ കേസിൽ ഇഡി അറസ്റ്റ് ചെയ്ത BRS നേതാവ് കെ കവിതയെ 23 വരെ കോടതി കഴിഞ്ഞ ദിവസം കസ്റ്റഡിയിൽ വിട്ടിരുന്നു. കവിതയുടെ വീട്ടിൽ നടത്തിയ തെരച്ചിലിൽ മദ്യനയ കേസുമായി ബന്ധപ്പെട്ട രേഖകൾ കണ്ടെത്തിയതിനെ തുടർന്നാണ് ഈ നടപടി. എന്തായാലും കെജ്രിവാളിന്റെ ഈ മുങ്ങൽ കളിയിൽ നിന്ന് ഒരു കാര്യം വ്യക്തമാണ്: അദ്ദേഹത്തിന് ഈ കേസുമായി നല്ല രീതിയിൽ ബന്ധമുണ്ട്.